രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ സ്ത്രീകൾ മൊഴി നൽകാൻ വിസമ്മതിച്ചാൽ പോലീസ് നിയമോപദേശം തേടും. രാഹുലിനെതിരെ ഇതുവരെ ആരും നേരിട്ട് പരാതി നൽകാത്തതിനാൽ ക്രൈംബ്രാഞ്ച് അങ്ങോട്ട് ചെന്ന് രേഖപ്പെടുത്തുന്ന മൊഴികളിൽ ശക്തമായ തെളിവുകൾ ലഭിച്ചാലേ അന്വേഷണം മുന്നോട്ട് നീങ്ങൂ. സമൂഹമാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരത്ത് മനീഷ് മഹിപാലാണ് ചേരുന്നത്. മനീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സ്വമേധയാ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ എത്ര പേർ മൊഴി നൽകും? ഒപ്പം തന്നെ ഈ പരാതിക്കാരില്ലാത്തത് ഈ കേസിന് ഒരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടോ? കൃഷ്ണ, ഈ ഒരു കേസിന്റെ വിഷയം ഇരകളാക്കപ്പെട്ടവർ നേരിട്ട് പരാതി നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ 13 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട 10 പരാതികളും ഡി ജി പിക്ക് ഇമെയിൽ മുഖേനയാണ് ലഭിച്ചത്. അതിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ കേസ് ആദ്യം പോലീസ് കേസെടുത്തു, പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. ക്രൈംബ്രാഞ്ച് അതിൽ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ജിൻഡോയാണ് പരാതി നൽകിയ അഭിഭാഷകൻ ജിൻഡോയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തി തുടങ്ങി. അങ്ങനെ ഈ പരാതി നൽകിയിട്ടുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് നേരിട്ട് ഈ ഇരകളാക്കപ്പെട്ട ആളുകളല്ല. ഒപ്പം തന്നെ അവരുടെ പക്കൽ നിന്നും ഈ ഇരകളാക്കപ്പെട്ട ആളുകളുടെ അവർക്കുണ്ടായ അനുഭവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ മറ്റ് തെളിവുകൾ, കൃത്യമായ തെളിവുകൾ ഫോണിൽ കൂടെയാണ്, വാട്സപ്പിൽ കൂടെയാണെങ്കിൽ അത്തരം സ്ക്രീൻഷോട്ടുകൾ, ശബ്ദ സന്ദേശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ നേരിട്ട് ക്രൈംബ്രാഞ്ചിന് നിലവിൽ ലഭ്യമായിട്ടില്ല. അത് ഇരകളാക്കപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് മാത്രമേ നേരിട്ട് ലഭ്യമാവുകയുള്ളൂ എന്ന ഒരു പ്രതിസന്ധി അന്വേഷണത്തിലുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ ഇരകളാക്കപ്പെട്ട ആളുകൾ നേരിട്ട് മൊഴി നൽകാൻ വിസമ്മതിച്ചാൽ അവിടെ എന്ത് ചെയ്യണം? കേസ് മുന്നോട്ട് പോവുകയില്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ക്രൈംബ്രാഞ്ച് ഏത് വിധത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കും? കാരണം ഒരു ജനപ്രതിനിധി കൂടിയാണ്. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഈ ഒരു വിഷയത്തിൽ നിയമോപദേശം തേടുമെന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ നിലവിൽ പുറത്തു വന്നിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സംശയിക്കുന്ന ശബ്ദ സന്ദേശം, അതിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടി, ഇത് രണ്ടുപേരുടെയും ശബ്ദ സന്ദേശത്തിൻ്റെ ആധികാരികതയെ പറ്റിയുള്ള കാര്യങ്ങൾ ഒന്നുകൂടി സ്ഥിരീകരിക്കും. അത് രാഹുലിൻ്റെതാണെന്ന് തന്നെ സ്ഥിരീകരിച്ച ശേഷമായിരിക്കും പിന്നീട് ഈ ഇരകളാക്കപ്പെട്ട ആളുകളുടെ തന്നെ മൊഴി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കി അതിൻ്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഏറ്റവും ഒടുവിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുക. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ സ്പീക്കറെ അറിയിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരമെങ്കിൽ കൂടി കേസിൻ്റെ വിവരങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്പീക്കറെ വ്യക്തമാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് സ്പീക്കർ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. അതേസമയം ഇതിനു മുൻപൊക്കെ തന്നെ ആരോപണ വിധേയരായവരും ഒപ്പം തന്നെ കേസിൽ ഉൾപ്പെട്ടവരായുള്ള ആളുകളും നേരത്തെ ഇടതുപക്ഷത്ത് നിന്ന് LDF നിന്ന് തന്നെ MLA ആയി നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ മുൻപ് എടുക്കാത്ത ചില കാര്യങ്ങളിൽ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം എടുക്കുമെന്നത് നോക്കി കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ രണ്ട് വിഷയങ്ങൾ, ഒന്ന് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് കേസ്, മറ്റൊന്ന് ഈ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പോലീസ് അത് ഒന്നുകൂടി പൊടി നീക്കി തുടച്ചു കൊണ്ടുവന്നത് ഈ ക്രൈംബ്രാഞ്ച്, അതായത് ഈ സ്ത്രീകളെ പുറകെ നടന്ന് ശല്യപ്പെടുത്തി അല്ലെങ്കിൽ ലൈംഗിക ആരോപണ കേസിൽ ഏതെങ്കിലും വിധേന രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടായാൽ അപ്പോൾ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് പിടിക്കാൻ പറ്റുന്ന ഒരു വള്ളിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ്. അതുകൊണ്ട് തന്നെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും അന്വേഷണ സംഘം ദ്രുതഗതിയിൽ അതിൻ്റെ പുരോഗമനം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ മൊഴി നിലവിൽ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇരയാക്കപ്പെട്ട സ്ത്രീകളോ പെൺകുട്ടികളോ ആയ ആളുകളൊക്കെ തന്നെ ഈ നേരിട്ട് മൊഴി നൽകുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. ക്രിസ്റ്റീന. ശരി, മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഈ കേസിൽ നിയമോപദേശം തേടുകയാണ് ക്രൈംബ്രാഞ്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.